സ്വർണ്ണവില കുതിച്ചുയരുന്ന ഈ സാഹചര്യത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടാൽ അത് ആ കുടുംബത്തിനുണ്ടാക്കുന്ന മാനസിക വിഷമം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതും കെട്ടുതാലിയാണ് നഷ്ടപ്പെട്ടതെങ്കിലോ അതവരെ മറ്റൊരു വൈകാരിക തലത്തിലേക്ക് കൂടി എത്തിക്കുന്നു. അതുപോലെ തന്നെയാണ് എല്ലാം പോയി എന്ന് കരുതി സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ അത്ഭുതമെന്നോണം നഷ്ടപ്പെട്ട സ്വർണം തിരികെ കിട്ടുന്ന അവസ്ഥയും. അതും ആരും സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരിടത്തു നിന്നും. അങ്ങനെ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഉദുമ പള്ളിക്കരയിൽ സംഭവിച്ചത്. പള്ളിക്കര ചെർക്കാപ്പാറയിൽ കട നടത്തുന്ന കനകയുടെ വീട്ടിലേക്ക് വിഷുവിന് മുമ്പായി ഇവരുടെ ബന്ധുവായ എണ്ണപ്പാറ സ്വദേശിനി ജിഷ എത്തിയിരുന്നു. ആ സമയത്താണ് ജിഷയുടെ കഴുത്തിലുണ്ടായിരുന്ന 5 പവന്റെ താലിമാലയിലുണ്ടായിരുന്ന 1 പവൻ വരുന്ന താലി നഷ്ടമായി എന്നറിയുന്നത്. ഇതോടെ വീട്ടുകാരും സമീപവാസികളുമെല്ലാം അവിടെ തിരച്ചിൽ നടത്തിയെങ്കിലും താലി ലഭിച്ചില്ല. തുടർന്ന് നിരാശയോടെ ജിഷ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇവരുടെ അയൽവാസിയായിരുന്ന സുധ എന്ന സ്ത്രീയും ഇവർക്കൊപ്പം താലി തിരയാനായി കൂടിയിരുന്നു. പിന്നീട് ജിഷയുടെ കുടുംബം ബേക്കൽ പോലീസിൽ പരാതിയും നൽകി. കൂടാതെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും വിവരം കൈമാറിയിരുന്നു. ഇതുവരെയും ഒരു വിവരവുമില്ലാത്തതുകൊണ്ട് തന്നെ അത് പോയി എന്ന് തന്നെയായിരുന്നു ജിഷ കരുതിയിരുന്നത്. എന്നാൽ ആ സമയത്താണ് കഴിഞ്ഞ തിങ്കളാഴ്ച ദൈവദൂതരെ പോലെ കനകയുടെ അയൽവാസിയായ സുധയുടെ വീട്ടിലേക്ക് 2 ഹരിതകർമ്മ സേനാംഗങ്ങൾ എത്തുന്നത്. പാക്കം വെളുത്തോളിയിലെ സുജയും സുനിയുമായിരുന്നു ആ 2 പേർ. പ്ലാസ്റ്റിക്കിനൊപ്പം തന്നെ പഴയ ചെരുപ്പുകളും ശേഖരിക്കുന്ന ദിവസമായിരുന്നു അന്ന്. ഇതറിഞ്ഞതോടെ സുധ അവിടെ കിടന്നിരുന്ന തന്റെ പഴയ ഒരു ചെരുപ്പ് കാലുകൊണ്ട് തട്ടി ഹരിതകർമ്മസേനാംഗങ്ങളുടെ അടുത്തേക്ക് ഇട്ടുകൊടുത്തു. ഈ ചെരുപ്പ് ചെറിയ രീതിയിലുള്ള അഴുക്കുകളൊക്കെ കളഞ്ഞ ചാക്കിലേക്ക് ആക്കുകയായിരുന്നു. അതിനിടയിലാണ് ചെരുപ്പിനടിയിൽ ബബിൾ ഗം ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ചെരുപ്പ് തറയിൽ ഉരച്ച് അവർ അത് കളയാനായി ശ്രമിച്ചു. അപ്പോഴാണ് അതിനടിയിൽ ഒരു തിളക്കം കാണുന്നത്. പരിശോധിച്ചപ്പോൾ അതാ ഒരു സ്വർണ്ണത്താലി. ഇതോടെ ഒട്ടും സമയം പാഴാക്കാതെ ഇരുവരും സംഭവം സുധയെ അറിയിച്ചു. അങ്ങനെയാണ് ഇത് കാണാതായ ജിഷയുടെ താലിയാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നത്. തുടർന്ന് ഉടൻ തന്നെ കനകയെ വിവരമറിയിക്കുകയും കനക ഫോട്ടോയെടുത്ത് ജിഷയ്ക്ക് അയച്ചു കൊടുക്കുകയുമായിരുന്നു. സംഭവം അറിഞ്ഞതോടെ ജിഷയ്ക്ക് സന്തോഷമടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് സുധയും ഹരിതകർമ്മ സേനാംഗങ്ങളും ചേർന്ന് താലി കനകയ്ക്ക് കൈമാറി. പിന്നീട് ജിഷയെത്തി അത് ഏറ്റുവാങ്ങി മാലയിൽ കോർത്ത് അണിയുകയും ചെയ്തു. എന്തായാലും ഈ വാർത്ത നാട്ടിൽ പാട്ടായതോടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അഭിനന്ദന പ്രവാഹമായിരുന്നു.